ആലപ്പുഴയിൽ പോലീസ് മർദ്ദനത്തിൽ യുവാവിന് കേൾവിശക്തി നഷ്ടമായതായി പരാതി. ചേർത്തല സ്വദേശി അനൂപിനാണ് 2024 ഡിസംബറിൽ കുമ്പളത്ത് വെച്ച് മർദ്ദനമേറ്റത്. നടുറോഡിൽ വാഹനം നിർത്തിയെന്നാരോപിച്ചായിരുന്നു അനൂപിനെയും സുഹൃത്തുക്കളെയും പോലീസ് മർദ്ദിച്ചത്. തുടർന്ന് ഇവരെ കള്ളക്കേസെടുത്ത് ജയിലിലാക്കിയെന്നും പരാതി. 2024 ഡിസംബർ 7-നാണ് അനൂപും സുഹൃത്തുക്കളും ചേർന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ ചേർത്തലയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയത്. യാത്രാമധ്യേ വാഹനത്തിന് തകരാർ സംഭവിക്കുകയും വാഹനം നിന്നുപോവുകയും ചെയ്തു. റോഡിൽ വാഹനം നിർത്തിയത് സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുമ്പോഴാണ് മറ്റൊരു പോലീസ് സംഘം കൂടെ ഇവിടേക്കെത്തുന്നത്. പിന്നാലെ വാഹനം നടുറോഡിൽ നിർത്തിയെന്നാരോപിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഞാൻ കാറിന് ഡോറിൽ തലയാഴ്ച കിടന്ന് ഉറങ്ങുമായിരുന്നു. പെട്ടെന്നാണ് കാറിന് ഡോറ് തുറക്കപ്പെടുകയും ഞാൻ മുട്ടുകുത്തി താഴ്ന്നു വീഴുകയും ചെയ്തത്. അതേസമയം ഞാൻ സാറിനോട് പറഞ്ഞു എനിക്ക് കാലിന് വയ്യാത്തതാണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വകവയ്ക്കാതെ സാർ എൻ്റെ കോളറിന് കുത്തിപ്പിടിച്ച് എന്നെ വലിച്ചെഴുന്നേൽപ്പിച്ചു. ഈ സമയം എൻ്റെ സുഹൃത്ത് വന്ന് എനിക്ക് കാലിന് വയ്യാത്തതാണെന്ന് പറഞ്ഞപ്പോൾ അവരെയും എന്നെയും അകാരണമായിട്ട് മർദ്ദിച്ചു. ഭിന്നശേഷിക്കാരനായ വർഗീസിനെ മർദ്ദിക്കുന്നത് തടഞ്ഞ അനൂപിനെയും പോലീസുകാർ അകാരണമായി മർദ്ദിച്ചു. ഈ ഭാരതനസയോട് ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളിങ്ങനെ ഒരു ലിസ്റ്റിലുള്ളവരാണ്, ഞങ്ങൾ PSC ഒക്കെ പഠിച്ച പിള്ളേരാണ്, പഠിക്കുന്ന പിള്ളേരാണ്, ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പോൾ PSC പഠിച്ച പിള്ളേരൊക്കെ തല്ലിയാൽ എന്താണെന്ന് ചോദിച്ചു വീണ്ടും ഞങ്ങൾ അടിക്കുകയും ഈ അടി കൊണ്ട് നിലത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്വയരക്ഷയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഞാൻ അവിടുത്തെ പനങ്ങാട് സ്റ്റേഷൻ SI വിളിക്കുകയും എന്നാൽ SI ഫോൺ എടുക്കാത്ത സാഹചര്യത്തിൽ അവിടുത്തെ കൺട്രോൾ നമ്പറിൽ വിളിച്ചു. ആ നമ്പറിൽ ഫോൺ എടുത്തപ്പോൾ ഇപ്പോൾ തന്നെ പോലീസിനെ വിടാമെന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് വന്ന മറ്റു പോലീസുകാർ കൂടി ഞങ്ങളെ വട്ടം കൂട്ടിയിട്ട് അടിക്കുകയും ഞാൻ വിളിച്ച പോലീസുകാർ കൂടി വന്ന് ഞങ്ങളെ അത് മൃഗീയമായി അടിച്ച് പോലീസ് ജീപ്പിൽ ഇട്ടുകൊണ്ട് പോവുകയും പോലീസ് ജീപ്പിൽ വെച്ചും ഞങ്ങളെ വീണ്ടും മർദ്ദിക്കുകയുണ്ടായി. മർദ്ദനത്തിനിടയിൽ അനൂപ് കമ്മീഷണറുടെ സഹായം തേടിയതും വൈദ്യപരിശോധനയ്ക്കിടയിൽ മർദ്ദന വിവരം ഡോക്ടറോട് പറഞ്ഞതിനും പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും മർദ്ദിച്ചു. പിന്നാലെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പോലീസിനെ ആക്രമിച്ചെന്നും കാട്ടി കേസെടുക്കുകയായിരുന്നു. ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് മർദ്ദനത്തിൽ അനൂപിന്റെ കേൾവിശക്തി നഷ്ടമായതായി കണ്ടെത്തിയത്. ഞാൻ മെഡിക്കൽ എടുക്കുന്ന സമയം ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളിങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട്, എൻ്റെ കാതിന് എൻ്റെ മൂളിച്ചയുണ്ട് സാറേ, എൻ്റെ കാത് കേൾവിക്കുറവുണ്ട്, ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അടഞ്ഞു ഇരിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഈ മെഡിക്കൽ എടുത്ത് തിരിച്ച് ബസ്സിൽ കയറാൻ സമയം നിങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമല്ലടാ, അന്നെങ്കിൽ ഇതുകൂടി ഇരിക്കട്ടാ എന്ന് പറഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന ബസ്സിലുണ്ടായിരുന്ന പോലീസുകാർ ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാവരെയും അതിക്രൂരമായി മർദ്ദിച്ചു. പോലീസ് മർദ്ദനം ശരിവച്ചാണ് യുവാക്കൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത്. എന്നാൽ പോലീസ് എടുത്ത കേസ് ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ സർക്കാർ ജോലി അടക്കമുള്ള ഇവരുടെ ഭാവി തുലാസിലാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിനോടൊപ്പം തങ്ങൾക്കെതിരെ ചുമത്തിയ കേസുകളും റദ്ദു ചെയ്യണമെന്നാണ് യുവാക്കളുടെ ആവശ്യം. ന്യൂസ് മലയാളം, ആലപ്പുഴ.